നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ കോർട്ടിബയ്ക്കെതിരെയുള്ള കളിക്കിടയിൽ നെയ്മർ ജൂനിയറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം നമ്മൾ വിശദമായിട്ട് ഇന്നലെ രാത്രി തന്നെ പരിശോധിച്ചാണല്ലോ. കോച്ച് കൊടുത്ത നമ്പറല്ല റഫറി ഉയർത്തി കാണിച്ചത്, നെയ്മറെ അല്ല സാൻഡോസിൻ്റെ കോച്ച് പിൻവലിക്കാൻ ഉദ്ദേശിച്ചത്. നെയ്മർ ആ പേപ്പർ എടുത്ത് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുകയും വലിയ സീനാവുകയൊക്കെ ചെയ്തു. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനിയുള്ള ചോദ്യം, നെയ്മർക്ക് പരിക്കുണ്ടോ? പലരും പല അപ്ഡേറ്റുകളും കണ്ട് നെയ്മർക്ക് പരിക്കുണ്ട്, വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാവില്ലേ എന്നൊക്കെ ആശങ്കപ്പെടുന്നുണ്ട്. കാരണം ഇന്നലെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ്റെ തൊട്ട് മുമ്പ് നെയ്മർ ജൂനിയർ അവിടെ അദ്ദേഹത്തിൻ്റെ കാഫിന് ചെറിയ പ്രശ്നമുണ്ടായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം എന്താണ് പ്രശ്നം? അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമാണോ? ഇത്തരം കാര്യങ്ങളിൽ നെയ്മറും പ്രതികരിച്ചിട്ടുണ്ട്, സാൻഡോസിൻ്റെ കോച്ചും പ്രതികരിച്ചിട്ടുണ്ട്. നെയ്മർ പറഞ്ഞത്, എൻ്റെ കാഫ് അത് ഒരു നോക്ക് മാത്രമായിരുന്നു, ഒരു ലൈറ്റ് നോക്ക് മാത്രമായിരുന്നു, ഞാൻ കളിക്കാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ റഫറിയാണ് എന്നെ കളിയിൽ നിന്ന് പുറത്താക്കിയത് എന്നാണ് നെയ്മർ പറഞ്ഞത്. അതായത് എനിക്ക് വലിയ പ്രശ്നമില്ല എന്നാണ് നെയ്മർ വിശദീകരിക്കുന്നത്. എന്നാൽ കുറച്ചുകൂടി കൃത്യമായിട്ട് സാൻഡോസിൻ്റെ കോച്ച് കൂക്ക കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം പറയുന്നു, നെയ്മറുടെ കാര്യത്തിൽ അദ്ദേഹത്തിനൊരു നോക്ക് ലഭിച്ചിട്ടുണ്ട്, അതൊരു നോക്കാണല്ലോ, അത് മസിൽ ഇഞ്ചുറി അല്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അടുത്ത മിഡ് വീക്കിലെ മത്സരം കളിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞേക്കില്ല, ബുദ്ധിമുട്ടുണ്ടാകാം. അതാണ് നെയ്മർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ കൂടുതൽ പരിശോധനകൾ ഇനി നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇറ്റ്സ് എ ക്വിക്ക് ഫിക്സ്, അത്ര വലിയ പ്രശ്നമില്ല. 4-5 ദിവസങ്ങൾ കൊണ്ട് നെയ്മർ ജൂനിയർ ഓക്കെ ആവും. പിന്നെ നെയ്മർ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എൻ്റെ ഫോക്കസ് ഞങ്ങളുടെ ടീമിൻ്റെ കളിയിൽ മാത്രമാണ് എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞ. ചുരുക്കത്തിൽ നെയ്മർക്ക് ഒരു നോക്കുണ്ട്. ആ നോക്ക് അത്ര സീരിയസ് ഇഷ്യൂ ഒന്നുമല്ല. ഒരു പക്ഷേ ഈ മിഡ് വീക്കിൽ നടക്കുന്ന മത്സരം കളിക്കാൻ പറ്റിയേക്കില്ല. 4-5 ദിവസങ്ങൾ കൊണ്ട് നെയ്മർ ഓക്കെ ആവും. അല്ലാതെ മസിൽ ഇഞ്ചുറി അല്ല, ഒരുപാട് ദിവസത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് കോച്ച് കൂക്കെ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.